ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. നേരി മെൽക്കിയുടെയും മെൽക്കി അദിയുടെയും ആദി കോസാമിൻ്റെയും കോസാം എൽമാദാമിൻ്റെയും എൽമാദാം ഏറിൻ്റെയും പുത്രൻ. ഏർ ജോഷുവയുടെയും ജോഷുവ എലിയസറിൻ്റെയും എലിയസർ യോറിമിൻ്റെയും യോറിം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമയോൻ്റെയും ശിമയോൻ യൂദായുടെയും യൂദ ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോനാം ഏലിയാക്കിമിൻ്റെയും പുത്രൻ. ഏലിയാക്കിം മെലയായുടെയും മെലയ മെനയായുടെയും മെനായ മത്താത്തയുടെയും മത്താത്ത നാദാൻ്റെയും നാദാൻ ദാവീദിൻ്റെയും പുത്രൻ. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ഏകദേശം 42 പേരുകൾ യേശു മുതൽ പിന്നോട്ട് ദാവീദ് രാജാവ് വരെ 3-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെയുള്ള 9 വാക്യങ്ങളിൽ നമ്മൾ ഏകദേശം 42 പേരുകൾ കാണുകയാണ്. നിരവധി തവണ ആവർത്തിക്കുന്ന ചില പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു വംശാവലി. ഇന്നുള്ള പോലെ തന്നെ ജനപ്രിയ പേരുകൾ അന്നും ആളുകൾ അവരുടെ മക്കൾക്ക് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വംശാവലി. ലേവി, ജോസഫ് എന്നീ പേരുകൾ ആവർത്തിക്കുന്നത് പോലെ തന്നെ ഏർ എന്ന പേർ ഇവിടെ പരാമർശിക്കുന്നത് പൂർവകാലത്ത് ജീവിച്ചിരുന്ന യഹൂദയുടെ മകൻ ഏറിൻ്റെ പേരാണ്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന താമാറിൻ്റെ ഭർത്താവായിരുന്ന യൂദായുടെ ആദ്യ മകൻ ഏർ. വീണ്ടും ഈ വാക്യങ്ങളിൽ കാണുന്ന മെൽക്കി എന്ന പേരും യേശുവിൻ്റെ വംശാവലിയിൽ മുൻപ് 24-ാമത്തെ വാക്യത്തിൽ യാനിയുടെ മകൻ മെൽക്കിയെയും നാം കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നു ജോഷുവ, ഏലിയസർ തുടങ്ങിയ പേരുകളും. മോശയുടെ സമകാലികരായിരുന്ന ജോഷുവയുടെയും ഏലിയാസറിൻ്റെയും പേരുകൾ ഇട്ടിട്ടുള്ള യഹൂദ വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന യേശുവിൻ്റെ വംശാവലി. സൈമൺ, ജൂദ, ജോസഫ് എന്നീ പേരുകളും നമുക്കറിയുന്ന പഴയ നിയമത്തിലെ സൈമൻ്റെയോ ജൂദയുടെയോ ജോസഫിൻ്റെയോ അല്ല. ചുരുക്കി പറഞ്ഞാൽ സെരുബാബേൽ കൂടാതെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൊടുത്തിട്ടുള്ള യേശുവിൻ്റെ വംശാവലിയിലെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രശസ്തമായ പേരുകളും അവരുടെ കൂടുതൽ അറിയപ്പെടുന്ന പഴയ നിയമ നാമങ്ങളെക്കാൾ വ്യത്യസ്തമായ ആളുകളുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 31-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ യേശുവിൻ്റെ വംശാവലി ഒരു നിർണായക ഘട്ടത്തിൽ എത്തുന്നത് കാണാം. പിതാക്കന്മാരുടെയും പുത്രന്മാരുടെയും പരമ്പര ദാവീദിൻ്റെ പുത്രനായ നാദാനിലേക്കും നാദാനിൽ നിന്ന് ദാവീദിലേക്കും എത്തി നിൽക്കുന്നു. 1 ദിനവൃത്താന്തം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നു ബത്ശേബയുടെ 3-ാമത്തെ പുത്രനെന്ന് കാണുന്ന നാദാൻ ദാവീദിൻ്റെ വംശത്തിലെ ഒരു ശാഖയായ നാദാൻ്റെ കുടുംബം. ആ നാദാൻ വഴിയാണ് വിശുദ്ധ ലൂക്കോസ് യേശുവിൻ്റെ വംശാവലി എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വാക്യങ്ങൾ. യേശുവെ, നിൻ്റെ വംശാവലിയിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ പൂർവികരിൽ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ജീവിച്ചിരുന്ന പൂർവികരെ പോലെ ദൈവമേ, നിന്നെ സ്തുതിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒരു അർഹത നീ ഞങ്ങൾക്ക് തരണമേ. അതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.